വെൽക്കം ബാക്ക്. എല്ലാവർക്കും ട്വിങ്ക്ലിംഗ് ത്രെഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പുതിയൊരു എംബ്രോയിഡറി വർക്കും പുതിയൊരു സാരിയാണ്. സോ ഇഫ് യു ഗൈസ് ആർ വാച്ചിങ് മീ ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, ട്വിങ്ക്ലിംഗ് ത്രെഡ്സ് രേഷ്മ എന്നാണ് പേജ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ ഇഫ് യു ഫൈൻഡ് മൈ വീഡിയോസ് യൂസ്ഫുൾ, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ആക്കിയേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്ന സാരി. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. പീച്ച് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പീച്ച് കളറിനോടൊപ്പം വയലറ്റ് ഫ്ലവേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ഞാൻ എംബ്രോയിഡറിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സാരിയിൽ ഇങ്ങനത്തെ വലിയൊരു ഫ്ലവർ ബഞ്ചാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ 3 ഫ്ലവർ ബഞ്ച് ഉണ്ട്. ഒരെണ്ണം പല്ലു പോർഷനിൽ, ഒരെണ്ണം നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സിൻ്റെ സൈഡിൽ, പിന്നെ ഒരെണ്ണം ഫ്രണ്ട് പ്ലീറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്ന സൈഡിൽ. ഇങ്ങനെ 3 ഫ്ലവർ ബഞ്ചാണ് ചെയ്തിരിക്കുന്നത്. വയലറ്റ്, ഗ്രീൻ ആൻഡ് ഡാർക്ക് പീച്ച് കോമ്പിനേഷനാണ് സാരിക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ ഉള്ള ഫിനിഷ്ഡ് ലുക്ക് ഇങ്ങനെയായിരിക്കും. ഫ്രണ്ട് പ്ലീറ്റ്സ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ബാക്കിൽ പല്ലുവിലും ഒരു ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ സാരിയുടെ എൻഡ്സ് ഈ ഫ്ലവറിന്റെ സെയിം ഷെയ്ഡുള്ള വയലറ്റ് ലേസ് വെച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ആദ്യ സാരിയിൽ ഈ 3 വലിയ ഫ്ലവർ ബഞ്ചാണുള്ളത്. ഇത് വലിയൊരു ഡിസൈൻ ആയതുകൊണ്ടാണ് 3 മാത്രം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 5.5 മീറ്റേഴ്സ് ആണ് ഈ സാരിയുടെ ലെങ്ത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് അല്ല. നമുക്ക് വേണമെങ്കിൽ ഈ സെയിം പീച്ച് കളർ അല്ലെങ്കിൽ ഈ വയലറ്റ് കളർ, ഫ്ലവറിന്റെ കളറായ വയലറ്റ് നമുക്ക് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ എംബ്രോയിഡറി ഫുൾ ചെയ്തിരിക്കുന്നത് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ആങ്കർ ത്രെഡിന്റെ 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഈ ഒരു വർക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട്. എന്തുകൊണ്ടാണ് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യുന്നതിനാണ്. അതുപോലെ തന്നെ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ലീവ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലും നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ഈ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ ഈ സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടോ, വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു പ്യൂരിറ്റിയും പെർഫെക്ഷനും ഉണ്ടാവും. മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്ന പോലെയല്ല ഹാൻഡ് എംബ്രോയിഡറി നമ്മൾ ചെയ്തെടുക്കുന്നത്. ഹാൻഡ് എംബ്രോയിഡറി നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് ചെയ്യുന്നതാണ് ഹാൻഡ് എംബ്രോയിഡറി. അതിൻ്റെ ഒരു ഭംഗിയും ഫിനിഷിങ്ങും ഹാൻഡ് എംബ്രോയിഡറിക്ക് ഉണ്ട് മെഷീൻ എംബ്രോയിഡറി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം.